പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. മാസം തികഞ്ഞ പഞ്ചമി വരരുചിയും ഒന്നിച്ച് വിശാലമായ ഒരു പറമ്പിലെത്തി. തെങ്ങോല കൊണ്ട് മേഞ്ഞ ആ ചാച്ചുകെട്ടിയുടെ അടുത്തേക്ക് അവർ നടന്നു. നിനക്ക് പ്രസവവേദന തുടങ്ങി അല്ലേ പഞ്ചമി? അയ്യോ വയ്യ, എനിക്ക് കിടക്കണം. അവർ ചാച്ചുകെട്ടിയിൽ പ്രവേശിച്ചു. വരരുചി നിലത്ത് തുണി വിരിച്ചു. കിടക്കൂ, പ്രസവിക്കൂ. പഞ്ചമി കിടന്നു. വരരുചി ആ ഓലക്കെട്ടിന് പുറത്ത് എന്തോ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ഈ കുഞ്ഞിനെയെങ്കിലും പഞ്ചമി വളർത്തട്ടെ. സമ്മതിക്കൂ, അതിന് സമ്മതിക്കൂ. സ്വന്തം മനസാക്ഷിയുടെ ശബ്ദം. ഹാവൂ, അമ്മേ, അവൾ പ്രസവിക്കാറായെന്ന് തോന്നുന്നു. ഏതായാലും പതിവുള്ള ചോദ്യം ചോദിക്കാം. ഉണ്ടെന്ന് മറുപടി ലഭിക്കും. കുഞ്ഞിനെ എടുത്തോളൂ എന്ന് പറയാം. വരരുചി കാതോർത്തു നിന്നു. പ്രസവിച്ചോ പഞ്ചമി? ഓവ്. ഒരു നിമിഷത്തെ നിശബ്ദത. കുഞ്ഞിന് വായില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? കുഞ്ഞിന് വായില്ല. വരരുചി ഒന്ന് പതുക്കെ ഞെട്ടി. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, എങ്കിൽ കുഞ്ഞിനെ എടുത്തോളൂ. കുഞ്ഞിനെ കൈകളിലേന്തി പഞ്ചമി പുറത്തേക്ക് വന്നു. പറമ്പിലെ തെങ്ങിൻ തൈകൾ നിലാവിൽ കുളിച്ചു നിന്നു. അകലെ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ കേൾക്കാമായിരുന്നു. ശക്തിയായി കാറ്റൂതുന്നുണ്ടായിരുന്നു. പഞ്ചമി തൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. വായില്ലാത്തൊരാൺകുഞ്ഞ്. കുഞ്ഞിൻ്റെ ജീവൻ കൂടുവിട്ടു പോയിരുന്നു. വായില്ലാത്ത എൻ്റെ മകൻ. അവൻ മരിച്ചിരിക്കുന്നു. അവസാനം കിട്ടിയതാണിത്. എന്തൊരു ശിക്ഷയാണിത്. വരരുചി ഞെട്ടിവിറച്ചു. പാദങ്ങൾ ഇടറി. കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. ഒരു നിമിഷം അദ്ദേഹം ചിന്തയിലാണ്ടു. പഞ്ചമി, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഇവൻ അമാനുഷിക ശക്തിയുള്ളവനാണ്. ഇവൻ്റെ ശരീരത്തിലെ ഓരോ രോമകൂപവും ചൈതന്യം കൊണ്ട് നിറഞ്ഞതാണ്. നമുക്കിവനെ ഈ പറമ്പിൽ പ്രതിഷ്ഠിക്കാം. വായില്ലാ കുന്നിലപ്പൻ എന്ന പേരിൽ ഇവൻ ലോകമെങ്ങും അറിയപ്പെടും. വരരുചി പറഞ്ഞു. വരരുചി ചെങ്കല്ലുകൾ പാകി ഒരു തറയുണ്ടാക്കി. ഒരു കുഴിയുടെ ചുറ്റുമാണ് തറ പാകിയത്. പഞ്ചമി തൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് കുഞ്ഞിനെ ആ കുഴിയിൽ വെച്ചു. വരരുചി മണ്ണിട്ടു മൂടി. മുകളിൽ ചെങ്കല്ലുകൾ നിരത്തി. ശവകുടീരത്തിൽ നിന്നും മകൻ്റെ കരച്ചിൽ കേൾക്കുന്നതായി പഞ്ചമിക്ക് തോന്നി. അമ്മേ, അമ്മേ, 12 മക്കളും ഒന്നിച്ചു വിളിക്കുന്നു. അവൾ മണ്ണിൽ കുഴഞ്ഞു വീണു. വരരുചി അവളെ സ്വശരീരത്തിൽ ചാരിയിരുത്തി. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.